എന്റെ ദൈവമേ, ഞാൻ രാവിലെ അവിടെ നിന്ന് പോരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്ന മനുഷ്യനാ. അങ്ങേര് താണ്ട് ഉച്ച തിരിഞ്ഞപ്പോ മെത്രാനായിട്ട് നിൽക്കുന്നു. ഇതെന്നാ മറിമായമാ എന്റെ കർത്താവേ. താണ്ട് ആ കൈ ഒന്ന് കൊണ്ടുവന്നേ, ഞാൻ ആ മോതിരം ഒന്ന് മുത്തട്ടെ. പുതിയ മെത്രാന്മാരുടെ കൈ ആദ്യമായിട്ട് മുത്തുന്നവർക്ക് വിചാരിക്കുന്ന കാര്യം സാധിക്കുന്ന വിശ്വാസം. അല്ല, കൈ ഒന്ന് കൊണ്ടുവന്നേ, മുത്തട്ടെ. എന്റെ തമ്പരാനെ, എന്റെ ജോസൂട്ടിനെ അവന്റെ പെണ്ണിനെ നീ നോക്കിക്കൊള്ളേ. എന്റെ എന്താടാ? ഒന്നുമില്ല. ഒന്നും സംഭവിക്കില്ലടോ പെരുമാളെ. ഈ സെബാസ്റ്റ്യൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല. சும்மா பைத்திய மாதிரி பேசாத. லட்சங்களோட சரக்கான இது பாரு, காசு பெருமாளுக்கு இது மாதிரி. ஆனா அந்த லோடு மட்டும் இன்னொரு கைக்கு போச்சு, எல்லாம் തീർന്നു. ഒരു ചെക്ക് പോസ്റ്റ് വഴി ആ വണ്ടി ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. അതിന്റെ അർത്ഥം ലോഡ് ഈ ഏരിയയിൽ നിന്നും പോയിട്ടില്ല. പിന്നെങ്ങ് പോച്ച്. செல்லப்பன் തിരിച്ചു പോകാൻ സാധ്യത ரொம்ப കമ്മി. പിന്നെ വന്നാൽ ഈ പള്ളിക്കരയ്ക്ക്. இந்த பள்ளிக்கரையில் ஒரே ஒரு அபகடகாரி மட்டும்தான் உண்டு, பைலி. ബോംബെ വാല ഫാൻറ്റം പൈലി. വിട്ടേരുടെ പൈലി അത് പോലീസാ. ആരായാലും പൈലിയുടെ മെക്കിട്ട് കയറിയവൻ ഇനി ഒറ്റക്കണ്ണനായിട്ട് പോയാൽ മതി. ഗുഡ് മോർണിംഗ് സാർ. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. എന്താ? ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഈ ഫാൻറ്റം പൈലി സാറിനെ SIക്ക് ഒന്ന് കാണണമെന്ന്. ധൃതിയില്ല, പതുക്കെ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. അതെന്ത്? എനിക്കൊരു താമസവും 2 മിനിറ്റ്. ടൂത്ത് പേസ്റ്റ് എവിടെ ഇരിക്കുന്നത്? പല്ല് തേക്കാൻ വരട്ടെ. അതെ, പൈലി ഇവിടെ ഇല്ല. അപ്പൊ ഇത് ഫാൻറ്റം പൈലി അല്ല, വേറെ ഏതോ ഒരുത്തൻ. ഇവിടെ വന്നേ. ഇന്നലെ രാത്രി തന്നെ പൈലി ബോംബെക്ക് പോയി. അച്ചോ മിണ്ടരുത്. എവിടെ പോയി? ബോംബെക്ക്. ആ, എന്നാ വിട്ടോ. അച്ഛൻ ഇത്ര പേടിച്ചു കൂടി ആയിപ്പോയില്ലേ? വേറെ ഒരു ലോക്കൽ SIയെ പിടിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ പൊരുന്നിരിക്കാന്ന് വെച്ചാൽ നല്ല കാര്യമായിപ്പോയി. അവൻ ഇന്നലെ എന്നാ പോക്കരുത്തരോ കാണിച്ചോന്നറിയോ? ഓർക്കുമ്പോ എന്റെ ചെറുവിരലെന്ന് ഇങ്ങനെ പെരുത്ത് കയറുക. അവന് സ്റ്റേഷനിൽ കയറി അടി കൊടുക്കാൻ. അതിനൊക്കെ നമുക്ക് വേറെ ചാൻസ് കിട്ടും മോനെ. എനിക്ക് ആ പാവം പിടിച്ച ASIയുടെ കാര്യം ഓർത്തിട്ടാ. പട്ടക്കാരന്റെ ചെലവ് കാശ, സ്വോത്രപ്പണം. അതിന്ന് കൈക്കൂലി മേടിച്ചവന്റെ ഗതി. അവന്റെ 7 തലമുറ കഞ്ഞി കിട്ടാതെ പോവല്ലോ തമ്പുരാനെ. അവൻ പോയി അല്ലേ? ഫാൻറ്റം പൈലി പോയി അല്ലേ?
എവിടാ പൈലി? എനിക്കറിയില്ല സാറേ, ഇന്നലെ ഷാപ്പിൽ വെച്ച് കണ്ടതാ. അയ്യോ കോറി അടച്ചു പൂട്ടുക, കോറി അടച്ചു പൂട്ടുക. അധികാരികളെ കേട്ടോളൂ, ഒന്നിച്ചൊന്നായി പറയുന്നു, ഒരേ സ്വരത്തിൽ പറയുന്നു. ചോര കൊടുത്തും ജീവൻ കൊടുത്തും കോറി ഞങ്ങൾ പൂട്ടിക്കും. കാഞ്ചിയാർ ഡാമിനെ രക്ഷിക്കുക, കോറി അടച്ചു പൂട്ടുക, കോറി അടച്ചു പൂട്ടുക. പെരുമാളിന്റെ ഗുണ്ടായി അവസാനിപ്പിക്കുക. പോലീസ്, പോലീസ്, പെരുമാളിന്റെ ഗുണ്ടായി അവസാനിപ്പിക്കുക. എസ്ഐ സെബാസ്റ്റ്യൻ നീതി പാലിക്കുക, എസ്ഐ സെബാസ്റ്റ്യൻ നീതി പാലിക്കുക. എടോ ഗാന്ധിപ്പിള്ളേ, കോടതി വിധിയുടെ പരസ്യമായ ലംഘനമാണിത്. അതായത് കോർട്ടലക്ഷ്യം. അതുകൊണ്ട് വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. ആ ലോറികളങ്ങ് പൊക്കോട്ടെ. നടക്കില്ല സാറേ. ഇങ്ങനെ പോ, ഇങ്ങനെ. എന്ത് കോർട്ട് പോ. പൈലി ഡാ വേണ്ട. എന്റെ ചെറുക്കന്റെ കല്യാണത്തിനെടുത്ത് കത്തിക്കും അല്ലടാ? അതേടാ ഞാനാ കത്തിച്ചത്. ഇനി നിന്റെ ഉഴവാ. വാടാ. கொஞ்சமா அறிவு இருக்கா? அவனுக்கு ஏதாவது ஒன்று ஆயிடுச்சுன்னா இப்ப குவாரி கீரி எல்லாமே போயிடும். കൊല്ലും ഞാനിവനെ. ഫാൻറ്റം പൈലി. നീ എവിടം വരെ പോയാലും നിനക്കുള്ള പണി പൈലി തന്നിരിക്കും. നല്ല ഒന്നാം തരം പുലിപ്പാലി തന്നെ. നിനക്ക് ഞാൻ പണി തരും സെബാസ്റ്റ്യ, നീ നോക്കിക്കും. சமரக்காருக்கு இத்தனை நாளே ஒரு ஸ்ட்ராங்கான லீடர் எல்லாம் வந்தது. இப்ப நீ அவன் லீடர் ஆக்கும் போட்டிருக்கே. பத்ரா வண்டி ஏறா. ஓ കാട്ടുമുല്ലയുടെ മണമുള്ള പെരുമാളിന്റെ മാത്രമായിരുന്ന മാടത്തത്ത. ഇഷ്ടമുണ്ടായിട്ട് തന്നതല്ല നിന്നെ എനിക്ക്. ഗതികേട്, കാശുകാരന്റെ ഗതികേട്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്ന പെരുമാളിന് നിവൃത്തിയില്ലാതെ ചെയ്യേണ്ടി വന്ന പണി കൂട്ടിക്കൊടുപ്പ്. ദേ കേട്ടില്ലേ, അവന്റെ നായ്ക്കൾക്ക് പോലും ഇന്ന് ഉറങ്ങാൻ കഴിയില്ല.
Stop it! അയ്യോ അയ്യോ ഇറങ്ങടാ ഇറങ്ങടാ താഴെ. ബോംബെ വാല സൂപ്പർമാൻ ഫാൻഡം. എന്റെ നേരെ കൈ ഉയർത്തിയ ഒരുത്തനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളൂ. ഇവൻ മാത്രം. ഇതിനു മുമ്പ് 4 പേർ കൈ ഉയർത്തി. 4 പേർ പോയി. 4ഉം പോയി. ഇവനും പോവും. അടുത്ത തവണ ഇങ്ങനെ മാനത്ത് കത്തുന്ന തീവട്ടിയായിരിക്കില്ല, ഇവൻ കത്തും. ഈ ഫാൻഡം പൈലി കത്തും. ആരാണ് എറിഞ്ഞത്? ആരാണ് എറിഞ്ഞത്? ഏത് പുല്ലനാണ് എറിഞ്ഞത്? അച്ഛനെ 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 പൈലി അച്ഛനെ, ഞാനാ ദിന്തി, ആശാന്റെ ദോസ്ത്. എഴുന്നേക്ക്, തൊട്ടു പോരുത്, മാറിക്ക. നാണം കെട്ട ഹിജടകളെ, ഇത് ഞാൻ നോക്കിക്കോളാം. എടാ, നീ ഷാപ്പിൽ നിന്ന് 1 രൂപ ഇളവിലിങ്ങ് മേടത്തെ. ശരി അച്ഛനെ. എഴുന്നേക്ക.